ഐഡിയ സ്റ്റാർ സിനിമകൾ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം നിങ്ങളിൽ നിന്നും ലഭിക്കുന്ന അംഗീകാരമാണ്. ഇപ്പോൾ തന്നെ എൻ്റെ കഴിഞ്ഞ റൗണ്ടുകൾ കഴിഞ്ഞ് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ പുറത്തുനിന്നും ഗൾഫിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ഒരുപാട് കോൾസ് വന്നിരുന്നു. അപ്പോൾ അവർ നമ്മുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമന്റ്സ്, ഒരുപാട് ടിപ്സൊക്കെ, ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വളരെ കാലത്തെ നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് എക്സ്പീരിയൻസിലൂടെ നേടാൻ സാധിക്കുന്ന കാര്യം ഇപ്പോൾ ഭാഗ്യം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ കിട്ടുന്നത് എൻ്റെ കരിയറിൽ ഒരു വലിയ അച്ചീവ്മെൻ്റായി ഞാൻ കരുതുന്നു. വിഷ്ണു, പ്രേമഗാനം റൗണ്ടിൽ വിഷ്ണു ഏത് പാട്ടാണ്? കാണാൻ വേഷമൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ ഏത് പാട്ടാണ്? ഗായത്രി എന്ന ഫിലിമിലെ ദാസർ പാടിയ തങ്കത്തളയിൽ പൂങ്കലുമായി വന്നു. വെരി നൈസ്. ആൻഡ് ആരാണ്? സാറ് വിട്ടിരിപ്പുണ്ട്. നമസ്കാരം മാഷ്. സാർ എപ്പോഴും സാറിന്റെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്താറുണ്ട്, വിച്ച് ഇസ് വെരി സ്വീറ്റ്. ഓക്കെ, അപ്പോ നമുക്ക് ആരാണ് വിഷ്ണുവിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത് എന്ന് ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. ആരാ വരുന്നത്? സംഗീത ചേച്ചിയാണ്. Alright, let's welcome Sangeeta for one last time on stage. Sangeeta, welcome back. സംഗീതയുടെ ലാസ്റ്റ് പെർഫോമൻസ് ആണ് ഞങ്ങളുടെ കൂടെ എല്ലാ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ. എന്തായാലും രണ്ടുപേരെയും വേഷം കാക്കിയിട്ടുണ്ട്. പെർഫോമൻസും ഇതുപോലെ തന്നെ നല്ലോണം ചെയ്യാം. പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? അനങ്കമന്ത്രമുണ്ടോ? തങ്കത്തടികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ. മുങ്ങിപ്പിഴിയാത്ത ചേനയും ചുറ്റിനി മുടിയുലമ്പിക്കൊണ്ടു നിന്നപ്പോൾ ഇന്നു മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴ താമരയായിരുന്നു. കടവിൽ വന്നൊരു മുള്ളുതരാനിന്റെ കൈതരിച്ചു. പുലരി പൂമുഖ മുറ്റത്തു കാലത്ത് പുറം തിരിഞ്ഞിന്നു നീ നിന്നപ്പോൾ നീ അരിപ്പൊടിക്കോലങ്ങൾ എഴുതുമ്പോൾ അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്നൊരഴകിൻ വിഗ്രഹമായിരുന്നു. അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ഞാൻ ആഗ്രഹിച്ചു. തുളുമ്പും പാൽക്കുടം അരയിൽ വെച്ചു നീ കൊടിയിലെ കാതിയായി നിന്നപ്പോൾ നിന്റെ ചൊടികളിൽ കുങ്കുമം കുതിരുമ്പോൾ നിത്യരോമാഞ്ചങ്ങൾ കുത്തുന്ന കുന്തിളിൽ നിറയെ ദാഹങ്ങളായിരുന്നു. ഒരു പൂനൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസത്തമിഴ് പെണ്ണേ.